ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു അടിപൊളി ആമസോൺ ബാഗ് ഹോൾ വീഡിയോ ആണ്. കുറേ സ്ലിംഗ് ബാഗ്സും ഒരു ബാക്ക് പാക്കും ഉണ്ട്. അപ്പം എല്ലാത്തിൻ്റെയും തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും ഫസ്റ്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കൂടി പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി അധികം പറഞ്ഞ റീച്ചാക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ടൈം വരുന്ന ഈ ഒരു സ്ലിംഗ് ബാഗാണ്. ഈ ഒരു ഫ്ലോറൽ പ്രിൻസ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. ഇതിൻ്റെ ആക്ച്വലി ഞാൻ ആ ഒരു കാറ്റലോഗിൽ കണ്ടപ്പം ഇത്രയും വലിയ സൈസാണെന്ന് വിചാരിച്ചില്ല, പക്ഷേ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതേപോലെ കമ്പാർട്ട്മെന്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു ബാഗിനുള്ളിൽ നമുക്ക് കുറേ സാധനങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ഉള്ളിലായിട്ട് ചെറിയ 2 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇതിൻ്റെ സ്ലിങ് വരുന്നത് ഈ ഒരു ടാൻ ഷെയ്ഡിലാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു ബെൽറ്റ് മോഡലാണ് വരുന്നത്. ഈ ഒരു പ്രൈസിന് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഇതൊരു 600 സംതിങ് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് പറഞ്ഞത്. ഇതിൻ്റെ കുറേ കളർ ചേഞ്ചസ് ആൻഡ് കുറേ പ്രിൻറ്റ് ചേഞ്ചസ് അവൈലബിൾ ആണ്. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്താൽ കേട്ടോ. നമ്മൾ സെക്കൻഡ് വൺ വരുന്നത്, ഇത് റീൽസൊക്കെ കണ്ടപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചാണ്. ഞാൻ കുറച്ച് മുന്നേ പർച്ചേസ് ചെയ്ത ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള സ്ലിംഗ് ബാഗാണ്. ബാക്കിൻ്റെ ഒരു ഷേപ്പിൽ വരുന്ന സ്ലിംഗ് ബാഗാണിത്. ഇതിൻ്റെയും കുറേ കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ബ്ലാക്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, അതേപോലെ 3-4 കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു ടാൻ ഷെയ്ഡിൽ വരുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു തേനീച്ചേൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന് ഒരു കീ ചെയിൻ പോലത്തെ സാധനം ഉണ്ടായിരുന്നു. അത് എൻ്റെ കാണുന്നില്ല, ആമി എടുത്തു കേട്ടോ. നോക്കട്ടെ, ഉണ്ട് ഇതുണ്ടോ. ഇത് ഇതിൻ്റെ കൂടെ വരുന്നതാണ്. ഇത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിമൂവ് ചെയ്താൽ മതി. ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ തൂക്കുന്നതാണ് ഒരു ടെഡീൻ്റെ ഒരു പീസ്. ഇതേപോലെ ഇതും കൂടി ഇടുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി വരുന്നത്. ഇതും നല്ല ലെങ്ത് ഉണ്ട്. നമുക്ക് ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. നല്ല സ്പേഷ്യസ്, കാണുമ്പോൾ ഭയങ്കര ചെറുതാണ്, പക്ഷെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഞാൻ ഇതിനകത്ത് ആമീൻ്റെ വാട്ടർ ബോട്ടിലും അത്യാവശ്യം ആമീനെയും കൊണ്ട് പോകുമ്പോൾ വേണ്ട കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം ഇതിനകത്ത് കൊള്ളുന്നുണ്ട്. ഒരു ഡയപ്പറൊക്കെ ഇതിനകത്ത് കൊള്ളുന്നുണ്ട്. ഇതിൽ നടുക്കത്തെ കമ്പാർട്ട്മെൻറ്റ് നല്ല സ്പേഷ്യസ് ആണ്. ഫ്രണ്ടിൽ നമുക്ക് പൈസ ഫോണൊക്കെ ഇടാം, പക്ഷേ ഈ നടുക്കത്തിൽ നമുക്ക് വാട്ടർ ബോട്ടിൽ അത്യാവശ്യം കുഞ്ഞിക്ക് വേണ്ട കുറേ സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളും കേട്ടോ. ഇത് എനിക്ക് ഓഫർ പ്രൈസിലാണ് കിട്ടിയത്. ആ ടൈമിൽ 800 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് റേറ്റ് എനിക്കറിയില്ല. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലായിട്ട് കൊടുക്കാവേ. ഇനി നമ്മളുടെ തേർഡ് വൺ വരുന്നത് ഈ ഒരു പാർട്ടി വെയർ സ്ലിംഗ് ആണ്. ഞാൻ കുറച്ച് നാളായിട്ട് നല്ല ഹാൻഡി ആയിട്ടുള്ള പാർട്ടി വെയർ സ്ലിംഗ് ബാഗ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് മെറ്റലാണ് മെറ്റീരിയൽ വരുന്നത്. കണ്ടോ, ഇതിൻ്റെ 2 സൈഡിലും ഒരേപോലത്തെ വർക്ക് വരുന്നത്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ കൂട്ടൊരു ഇതാണ് വരുന്നത്. ഇത് കണ്ടത് ഇങ്ങനെ ടെക്സ്റ്റേർഡാണ്, മനസ്സിലാവുന്നുണ്ടാവും. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ കാറ്റലോഗിൽ കണ്ടപ്പോൾ കുറച്ച് വലുതായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഹാൻഡി ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ചെയിൻ്റെ ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ. നല്ല ക്വാളിറ്റി ഉള്ള ചെയിനാണ്, നല്ല സ്ട്രോങ് ആണ്. ഈ ഒരു പേഴ്സിനും അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉണ്ട്. ഇത് ഭയങ്കര ലോക്കലല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് അല്ല, അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉണ്ട്. അതിന് നന്നായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചെയിനാണ് കേട്ടോ വരുന്നത്. ഗോൾഡ് കളറാണ്. ഇനി ഇതിൻ്റെ കളർ മാറുമോ എന്നുള്ളത് അറിയത്തില്ല. ഇത് ഓപ്പൺ ആക്കുന്നത് ഇതുണ്ടോ, ഈ സാധനം ജസ്റ്റ് ഇങ്ങനെ പൊക്കിയാൽ മതി. ഇങ്ങനെയാണ് ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. നമുക്ക് അത്യാവശ്യം പാർട്ടിക്ക് പോകുമ്പം യൂസ് ചെയ്യാൻ പറ്റും. ഫോൺ എന്തായാലും ഇതിനകത്ത് കൊള്ളും. പിന്നെ അത്യാവശ്യം കുറച്ച് ലിപ്സ്റ്റിക്ക് ഐറ്റംസ് ഒക്കെ കൊള്ളും. ജസ്റ്റ് ഇങ്ങനെ പൊക്കുക, അടയ്ക്കാം. നല്ലൊരു പാർട്ടി വെയർ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബാഗ് എന്തായാലും പർച്ചേസ് ചെയ്യാം കേട്ടോ. നല്ല രസമുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു 600 700 സംതിങ് ആണ്, പക്ഷേ ഈ ഒരു റേറ്റിന് നല്ല വൃത്തിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇവിടെ ഫോർത്ത് വൺ വരുന്നത് ആമസോണിൽ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ലിംഗ് ബാഗാണ്. ഇത് ഈ ഒരു ബേജ് ഷെയ്ഡാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 999 ആണ്. ഇത് 1000 രൂപ തന്നെയാണ് വരുന്നത്. ഇനി അതേപോലെ തന്നെ വേറൊരു ബ്രാൻഡിനെ ഞാൻ പർച്ചേസ് ചെയ്തതാണ് ഈ ഒരു ബ്ലാക്ക്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാൻ പറഞ്ഞ പോലെ 999 ആണ് റേറ്റ് വരുന്നത്. ഇത് 600 സംതിങ് ആണ്, 700 അടുത്താണ് റേറ്റ് വരുന്നത്. രണ്ടിൻ്റെയും സൈസ് കണ്ടോ, ഇത് ഇച്ചിരി കൂടി വലുതാണ്. ഇത് കുറച്ച് വീതി കൂടുതലാണ്, പക്ഷെ നീളം കുറവാണ് കണ്ടോ. പിന്നെ ഇതിൻ്റെ സിബിൻ്റെ ക്വാളിറ്റി പറയാന്നുണ്ടെങ്കിൽ ഈ ബേജ് വൺ നല്ല ക്വാളിറ്റിയുള്ള സിബാണ് കണ്ടോ. ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ബ്ലാക്കിൻ്റെത് അത്ര ക്വാളിറ്റി ഇല്ല, പക്ഷേ ഈ ഒരു പ്രൈസിന് വേർത്തിയാണ്. ഇതിൻ്റെ ഉള്ളിലെ കമ്പാർട്ട്മെൻറ്റ്സ് ഇങ്ങനെയാണ് വരുന്നത്. ബ്ലാക്കിൻ്റെ ഉള്ളിൽ, ബേജിൻ്റെ ഉള്ളിലും സെയിം കമ്പാർട്ട്മെൻറ്റ്സ് സെയിം ആണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ സ്റ്റിച്ചിങ് നല്ല ക്വാളിറ്റി ഉണ്ട്. ഡബിൾ ലെയർ ആണ് വരുന്നത് കണ്ടോ. പക്ഷേ ഇതിൻ്റെത് ഇങ്ങനെ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് പുറത്തേക്ക് വരും. അതേപോലത്തെ സ്റ്റിച്ചിങ് ആണ്. ബേജിൻ്റെ അങ്ങനെയല്ല, അതിനകത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ സ്ലിങ് പറയാന്നുണ്ടെങ്കിൽ ബ്ലാക്കിൻ്റെ സ്ലിങ് ഇങ്ങനെയാണ് വരുന്നത്, ഒരു നോർമൽ സ്ലിങ്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു ചെറിയ പൗച്ച്
ഇത് ഇതേപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് വരുന്നത്. ഇത് ബേജിൻ്റെ സ്ലിങ് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. അതുപോലെ ഇതിൻ്റെ ഇത്രയും ഈ ഒരു ചെറിയ പോർഷൻ മാത്രം ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ വരുന്നത്. ഇത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. അപ്പം ഇത് രണ്ട്. അതുപോലെ ഇതിൻ്റെ ഈ ചെറിയ പൗച്ച് കുറച്ചും കൂടി വലുതാണ്. അത് റെക്റ്റാങ്കിൾ ഷേപ്പിലല്ല, ചെറിയൊരു ഓവൽ ഷേപ്പിലാണ് കേട്ടോ ഈ ഒരു ചെറിയ പൗച്ച് വരുന്നത്. അപ്പം കണ്ടോ, ലെങ്ത് എല്ലാം സെയിം ആണ് വരുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ്, കുറച്ച് പൈസ കൊടുത്താലും കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു ബേജ് ചൂസ് ചെയ്യാം. ഇതിൻ്റെ തന്നെ ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര പ്രൈസിൻ്റെ സാധനം വേണ്ട, കാണുമ്പോൾ ഒരു ലുക്ക് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരെണ്ണം പർച്ചേസ് ചെയ്യാം കേട്ടോ. നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു ജൂട്ടിൻ്റെ സ്ലിംഗ് ബാഗാണ്. നല്ല ഭംഗിയുണ്ട്, ജൂട്ടാണ് മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ ഓപ്പണിംഗ് ഒക്കെ ഭയങ്കര രസമാണ്. ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തുറക്കുക, ജിബാണ് വരുന്നത്. ഇതേപോലെ ഒറ്റ സിംഗിൾ കമ്പാർട്ട്മെൻറ്റ്, ആൻഡ് അതിനുള്ളിൽ ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് നമുക്ക് പൈസയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഈ ഒരു സ്ലിങ്ങിൻ്റെ കളറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈറ്റ് ടാൻ ഷെയ്ഡാണ് വരുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു ബെൽറ്റ് ഉണ്ട്. ഞാനിപ്പോൾ കാണിച്ചുള്ളതിൽ വെച്ച് കുറച്ചും കൂടി പ്രൈസി ആയിട്ടുള്ളത് ഇതാണ്. 1500 രൂപേൻ്റെ അടുത്തുണ്ട്. പക്ഷേ ജൂട്ടിൻ്റെ മെറ്റീരിയലുള്ള സാധനങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് അറിയാം കുറച്ച് പ്രൈസിയാണ്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു പിന്നലൊക്കെ കണ്ടോ, ഒട്ടും പോവില്ല, നല്ല ഭംഗി, നല്ല വൃത്തിക്കാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്യാം. നല്ല ബർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ്, നല്ല സ്പേഷ്യസ് ആണ്. ഇതിലും ഇത് കണ്ടോ, ഇത്രയും വീതി വരുന്നുണ്ട്, നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ കൊള്ളും. അപ്പം ഇതും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്യാം. ഇതല്ല നമ്മളുടെ ലാസ്റ്റ് വൺ. ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ. ഇത് ഈ ഒരു ബാക്ക് പാക്കാണ്. ഇതിൻ്റെ തന്നെ ഈ ഫ്ലവേഴ്സിൻ്റെ ഇവിടെ ആനേൻ്റെ കുറച്ച് പ്രിൻസുകൾ, ഈ കലങ്കാരി പ്രിൻസ് പോലെയുള്ള ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. അത് ഫുള്ളൊരു ഗോൾഡൻ പ്രിൻസ് ആയിരുന്നു വരുന്നത്. ഞാൻ ചൂസ് ചെയ്തത് ഇതാണ്. അപ്പം ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല സ്പേഷ്യസ് ആണ്. ഇതിൻ്റെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫാണ്. ഫ്രണ്ടിൽ താഴെയായിട്ട് ഇതേപോലെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, ബാക്കിൽ ചെറിയൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, വലുതായിട്ട് 2 എണ്ണം ഉണ്ട്. വലുതിൻ്റെ ഉള്ളിലും ചെറിയൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. സൈഡിൽ ചെറിയ നമുക്ക് ബോട്ടിൽസ് ഒക്കെ വെക്കാൻ പറ്റുന്ന പൗച്ച് ഉണ്ട് കേട്ടോ. ഈ ഏറ്റവും വലിയ കള്ളിൻ്റെ ഉള്ളിൽ, ഏറ്റവും വലിയ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു ചെറുതുണ്ട്. ഇവിടെ ചെറിയൊരു പൗച്ച് പോലെ ഇവിടെ ചെറിയൊരു പൗച്ച് പോലൊരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. കുറച്ച് നാളായി നല്ലൊരു ഫാൻസി നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാക്ക് പാക്ക് നോക്കിയിട്ട് അങ്ങനെ കുറേ നാൾ സെർച്ച് ചെയ്തിട്ട് കിട്ടിയതാണ് എനിക്കിത്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്, കുറേ നാൾ ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നിങ്ങൾ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു ബാക്ക് പാക്കാണിത്. ഇതും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഈ ഒരു പ്രൈസിന് നല്ല വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റിലായിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഏതെങ്കിലും പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിൽ ടേക്ക് കെയർ. ബൈ.